ഹലോ, നമസ്കാരം. എമ്പുരാൻ മോനെ, ഭീകര എക്സൈറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റ് അത് ഇറ്റ്സ് ഫേക്ക്. എക്സൈറ്റ്മെൻറ്റ് മാത്രമല്ല, ഭീകര ഹാപ്പിനെസ്സും ഒക്കെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾക്കെങ്കിലും ഇവരെന്തിനാണ് കുത്തിയിരുന്ന് ഇത്രയും എക്സാജറേറ്റ് ചെയ്ത് സംസാരിക്കുന്നതെന്നൊക്കെ തോന്നാം. ബട്ട് ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് റിയാലിറ്റിയാണ്, ഫാക്ട്സ് ആണ്. കുറേ ആളുകൾക്ക് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ഇമോഷണലി നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മുടെ ലാലേട്ടൻ, ദ വൺ ആൻഡ് ഓൺലി മോഹൻലാൽ, പുള്ളിയുടെ കഴിഞ്ഞ കുറേ സിനിമകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നിരാശപ്പെടുത്തിയത് തന്നെയായിരുന്നു. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളുകളും പുള്ളിക്ക് നേരെ ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. നേരെ ഈ അടുത്ത് വന്നതിൽ നല്ലൊരു സിനിമയായിരുന്നു. പിന്നെ മലൈക്കോട്ടൈ വാലിബൻ പടം ഫെയിലിയർ ആയെങ്കിലും അതിലെ പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു, ഒരു തെറ്റും പറയാനില്ല. പക്ഷെ ഓവറോൾ പുള്ളിയുടെ ഫിലിമോഗ്രാഫി ഈ അടുത്ത കാലത്തായിട്ട് നോക്കുമ്പോൾ നിരാശപ്പെടുത്തിയത് തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ മമ്മൂട്ടി ഫാനാണ്. പക്ഷേ ലാലേട്ടൻ്റെ കാര്യത്തിൽ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. കാര്യം എജാദ് റേഞ്ചിൽ നിൽക്കുന്ന നടനാണ് പുള്ളിയെ ഒന്ന് നല്ല രീതിയിൽ ഉപയോഗിക്കാരെങ്കിലും നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് പുള്ളിയെ ഡയറക്റ്റ് ചെയ്യുക. കാണാൻ കൊതിച്ചിരിക്കുകയാണ്. ഈ ഒരു വല്ലാത്ത ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആക്രാന്തത്തിലാണ് നമ്മളൊക്കെ ആക്ച്വലി ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പതാ എമ്പുരാൻ വരുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാര്യം വിശ്വാസമാണ്. ആരെ? പൃഥ്വിരാജ് സുകുമാരൻ. പുള്ളിക്കറിയാം, പണി അറിയാം. കാണിച്ചു തന്നു ലൂസിഫറിൽ എങ്ങനെ ഒരു ആക്ടറിനെ, ആ ആക്ടറിൻ്റെ പരിപാടികളൊക്കെ മനസ്സിലാക്കിയിട്ട് അയാളുടെ കഴിവ് അറ്റ് ദ പീക്കിൽ മനസ്സിലാക്കിയിട്ട് അയാളെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഡയറക്ടർക്ക് അറിയാം. ലൂസിഫറിൽ തുടക്കം തൊട്ട് അവസാനം വരെ എടുത്തു നോക്കൂ മോഹൻലാലിനെ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത്. ഓരോ ഷോട്ടിലും അയാളുടെ കണ്ണിലായിക്കോട്ടെ, സൈഡ് ആംഗിൾ ആയിക്കോട്ടെ, എവ്രിത്തിങ് ലാലേട്ടനെ അത്രയും സ്റ്റൈലിഷ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഒരു ഡയറക്ടറുടെ കഴിവ്. എങ്ങനെ ഒരു ആക്ടറിനെ എടുത്ത് പ്രേക്ഷകന് കാണിച്ചു കൊടുക്കണം എന്ന് അറിയുന്നതാണ് ഡയറക്ടറിൻ്റെ മിടുക്ക് എന്ന് പറയുന്നത്. അത് പൃഥ്വിരാജ് കാണിച്ചു തന്നതാണ് ലൂസിഫറിൻ്റെ അകത്ത്. ലൂസിഫർ ഏത് റേഞ്ചിൽ നിന്ന സിനിമയാണെന്ന് നമുക്കറിയാം. അത്രയും ലെയേഴ്സ് ഉള്ളൊരു സിനിമ, അത്രയും ഡെപ്ത് ഉള്ളൊരു സിനിമ, ഒരുപാട് ഡെപ്തുള്ള കഥാപാത്രങ്ങളുള്ളൊരു സിനിമ, കിടിലൻ എഴുത്ത്, ഓവറോൾ ഒരു ഹെവി പാക്കേജ് ആയിരുന്നു അത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലാലേട്ടൻ ഇത്രയും നിരാശകൾ സമ്മാനിച്ചുവെങ്കിലും ഈ എമ്പുരാൻ വരുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു ആവേശവും ആത്മവിശ്വാസവും സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ പൃഥ്വിരാജ് കാരണമാണ്. പൃഥ്വിരാജ് ലൂസിഫറിൽ കാണിച്ചു തന്നതുകൊണ്ടാണ് എമ്പുരാൻ വരുന്ന സമയത്ത് ഇത്രയും ആ ഒരു സംഭവം ആക്ച്വലി ഉണ്ടാവുന്നത്. സീരിയസ്ലി ഞാൻ പറയും, ഇപ്പോൾ ഞാനിത് ഒന്നും എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല. ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കാണും. അപ്പോൾ ഈ വികാരം എന്താണെന്നുള്ളത് അത് കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. മോനെ, ഇനി ടീസർ നമുക്ക് കാണാം. ഒരുപാട് അങ്ങോട്ട് വൈകിപ്പിക്കുന്നില്ല. ഞാൻ ഓൾറെഡി ലേറ്റായി, വേറെ കുറച്ച് പണികളൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. കാണാം കേട്ടാ. ലൈക്ക പ്രൊഡക്ഷൻസ്. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ, അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെ ഉണ്ടാകും. സ്റ്റീഫൻ. യുദ്ധം നന്മയും തിന്മയും തമ്മിലാണ്. തിന്മയും തമ്മിലാണ്. He is the most powerful mercenary hit group in Asia. ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. Sir, we have the entire Kabuka cartel and the Quraysh Brown Nexus in one place. This is our chance. Shall we move in? ആരാണ് ഈ സ്റ്റീഫൻ? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ ഇവൻ ഇബലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവൻ ഒരു പേരേ ഉള്ളൂ. മോനെ, He's coming back.
മോനെ ഭീകരം. ഖുറേഷി, അബ്രാം. I hear gunshots. We're moving in. അബ്രാം. മോനെ This deal is with the devil. बस एक इशारा भाईजान, बस एक इंतजार रहेगा. खुदा हाफिज. മോനെ Theaters 27th March 2025. പൊളി. എന്താ മോനെ ഇത് ഭീകരോട്ടാ. ലൂസിഫറില് സ്റ്റീഫൻ നെടുമ്പള്ളി കാണിച്ചു തന്ന് അത് വേറൊരു പരിപാടി, വേറൊരു മൂഡ്. അത് വിഷ്വലി ആണെങ്കിലും വേറൊരു മൂഡിൽ പോയൊരു സാധനം. ഇതിലേക്ക് വരുന്ന സമയത്ത് ഭീകരോട്ടാ, ഭീകരം. ഓ എൻ്റെ പൊന്നെ. ഓ ഓ ഓഹോ. എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? പറ. എന്തായാലും വിഷ്വലി ആണെങ്കിലും ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. എവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്തത്. ഭയങ്കര ഡീറ്റെയിലിങ്ങും ഒക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളതാണ് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഐ മീൻ ഇതിലവർ ഉപയോഗിച്ചിരിക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പൃഥ്വിരാജല്ലേ ആള്, ഓഫ് കോഴ്സ്. പിന്നെ മുരളി ഗോപിയുടെ റൈറ്റിങ് എടുത്ത് പറയേണ്ട കാര്യമാണ്. ആ ചെങ്ങായിയുടെ എഴുത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര എഴുത്താണ്, ഭീകര എഴുത്ത്. ടു ബി ഫ്രാങ്ക് മാൻ, ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് മനസ്സിൻ്റെ അകത്ത് തോന്നുന്നുണ്ട്. മൊത്തത്തിൽ ആ ഒരു ഫീൽ ഇതിൻ്റെ അകത്തേക്ക് വീഡിയോൻ്റെ അകത്ത് കാണിക്കുന്നില്ല. ഞാൻ വൃത്തികേടായി പോവും. ഇപ്പം തന്നെ കുറച്ചൊക്കെ വൃത്തികേടായി എന്നാണ് എനിക്ക് തോന്നണത്. മോനെ കാര്യം എന്താ പറയുക, നമുക്ക് ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ വളരെ കുറവാണ്. ഇല്ല, അധികം ഇല്ല എന്ന് തന്നെ നമുക്ക് ആക്ച്വലി പറയാം. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ വലിയ സ്കെയിലിൽ എന്താ പറയുക, മുരളി ഗോപിയുടെ എഴുത്തിലും പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനിലും മോഹൻലാലിനെ പോലത്തെ വലിയൊരു ആക്ടറൊക്കെ ആയിട്ട് ഒരു വലിയ പടമൊക്കെ വരുന്ന സമയത്ത് എങ്ങനെ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് സന്തോഷമൊക്കെ ഇല്ലാതിരിക്കും? അത് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അജാദ് ഫീലിങ് നമുക്കും വേണ്ട ഇത്തരത്തിലുള്ള സിനിമകൾ, നമുക്കും വേണം. അതാണ്. എന്തായാലും ഇത് ഹെവി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇപ്പം തന്നെ ഓൾറെഡി പറഞ്ഞ് ഓവർ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി പറയുന്നില്ല. വിശ്വാസമുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ, മുരളി ഗോപി എഴുത്ത്, മോഹൻലാൽ, ലൂസിഫറിൽ നമ്മൾ കണ്ടു. ഇതതിൻ്റെ അപ്പനായിട്ട് വരും തോന്നുന്നു. ഈ ഒരു ടീസർ കണ്ടോർത്തോളം അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കൂടുതലൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു സൂചന ഈ ടീസറിൻ്റെ അകത്ത് അവർ തരുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ ലുക്ക്, എൻ്റെ മോനെ എജാതി ലുക്ക്. എനിക്ക് സത്യം പറയാലോ, ലാലേട്ടനെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പല സിനിമയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സിനിമകൾ മോശമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പുള്ളി പാവം തോന്നുന്ന ഒരു ഇതൊക്കെ. അയ്യോ, ഇങ്ങനെ പഴയ ലാലേട്ടറൊക്കെ പോയ ഇങ്ങനൊരു ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോൾ ഇതിൻ്റെ അകത്ത് എജാതി ലുക്ക്. അതാണ് ഞാൻ പറയുന്നത്. ലാലേട്ടൻ എവിടെയും സ്റ്റാഡൊന്നും പുള്ളിയുടെ പോയിട്ടില്ല. കുറേ ആൾക്കാർ അത് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. സ്റ്റാഡം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാം. മോനെ, പണി അറിയാവുന്നവൻ നല്ല കഥയും പരിപാടിയൊക്കെ ആയിട്ട് മൂപ്പരെടുത്ത് പോയി കഴിഞ്ഞാൽ മൂപ്പര് ചെയ്തു തരും. അത് വേറെ റേഞ്ചാണ്. ആ സ്റ്റാഡൊന്നും തൊടാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് എമ്പുരാൻ വരുമ്പോൾ പൃഥ്വിരാജ് കാണിച്ചു തരും എങ്ങനെയാണ് ലാലേട്ടൻ എന്നുള്ള സംഭവമൊക്കെ. ഓൾറെഡി കണ്ടതാണെങ്കിൽ ഇപ്പോൾ കുറേ ട്രോളുകളാണല്ലോ ലാലേട്ടന് നേരെ വരുന്നത്. പക്ഷേ വീണ്ടും കാണിച്ചു തരും പൃഥ്വിരാജ്. ലാലേട്ടനെ ഒന്നും കൂട്ടിയും റീവിസിറ്റ് ചെയ്ത് കാണിച്ചു തരും. ലൂസിഫറിൽ അതാ ഞാൻ പറയണേ, ഈ ലൂസിഫറിൽ പൃഥ്വിരാജ് സ്റ്റീഫൻ നെടുമ്പള്ളിനെ കാണിച്ചൊരു രീതിയുണ്ട്. അതായത് അബ്രാം ഖുറേഷിയാണ് പുള്ളി എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിലും ഈ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, ലൈക്ക് ഉള്ളിലുള്ള അബ്രാം ഖുറേഷി ആ ഒരു സാധനം ഇപ്പം ഇതിൽ കാണുന്ന
എബ്രഹാം ഖുറേഷി, അതിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്നതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അയാൾ എന്തോ ആണെന്നുള്ളൊരു ഫീൽ നമുക്ക് കാണുമ്പോൾ തന്നെ അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡിലും ബോഡി ലാംഗ്വേജിലൊക്കെ നമുക്കത് മനസ്സിലാവുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് പൃഥ്വിരാജിൻ്റെ അത് എടുത്തു വെച്ചിരിക്കുന്ന ഒരു സംഭവം, പിന്നെ അത് ലാലേട്ടൻ അത് പെർഫോം ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു റേഞ്ചുമാണ് ആക്ച്വലി ആ ഒരു ക്യാരക്ടറിൻ്റെ പവർ എന്ന് പറയുന്ന ഒരു സാധനം. അതിലേ അങ്ങനെ കാണിച്ചു തന്നടാ, ഇതിലേക്ക് വരുന്ന സമയത്ത് ഏത് റേഞ്ചിൽ ലാലേട്ടൻ പോകുന്നുള്ളതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നെ ഇതിനകത്ത് പൃഥ്വിരാജിനെ കാണിച്ചില്ല ടീച്ചറിൻ്റെ അത് മൂപ്പര് മുഴുനീളം ഉണ്ടാവുമല്ലോ ഓഫ് കോഴ്സ്. ഭീകരം. വിഷ്വലി ആണെന്നുണ്ടെങ്കിലും വേറെ വൈബാണ് ആക്ച്വലി തന്നിരിക്കുന്നത്. എന്തായാലും തിയേറ്ററിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോട് കാത്തിരിക്കണം. ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ചില സിനിമകൾ എത്ര കണ്ടാലും മടുക്കില്ലാന്ന് മാത്രമല്ല, ചില സിനിമകളെ കുറിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. ആ കൂട്ടത്തിൽപ്പെട്ടൊരു സിനിമയാണ് ലൂസിഫർ. മനസ്സിലായില്ല, എത്ര കണ്ടാലും ഉണ്ടാവില്ല, എന്തോരം ലെയേഴ്സാണ് അതിൻ്റെ അകത്ത്. അതിൻ്റെ അകത്തുള്ള ഓരോ സീൻ ബൈ സീന് വേണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് കാണാൻ. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണോ, അത്രയും ബ്രില്യൻ്റ് ആയിട്ട്, അത്രയും സ്റ്റൈലിഷ് ആയിട്ടാണ് ആ സിനിമയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ലാലേട്ടൻ മറ്റേ കാണാൻ വേണ്ടി വരില്ലേ, ഫസ്റ്റത്തെ ആ സീനിൽ കാണാൻ വേണ്ടിയിട്ട് ഇല്ലാതായിട്ട് ജാതിയൊക്കെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് വരുന്ന സീനിൽ ആ ലോങ് ഷോട്ടൊക്കെ വെക്കുന്ന സമയത്ത് ലാലേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് ക്യാമറയ്ക്ക് ഇങ്ങനെ ഫേസ് ചെയ്തിട്ട് പുള്ളി നടന്നു വരുന്നതിനൊക്കെ എന്ത് സ്റ്റൈലായിട്ടാണ് പുള്ളി. ഞാൻ പറയാം, വെറുതെ പറയണം, ഈ അടുത്ത കാലത്തായിട്ടൊന്നും അങ്ങനെ നമുക്ക് അങ്ങനെ കണ്ടിട്ടില്ലെന്ന്, അങ്ങനെ സ്റ്റൈലായിട്ട് പുള്ളിനെ കണ്ടിട്ടില്ല. ഇപ്പം ജയിലർ വന്നപ്പോൾ നമുക്ക് അത്രയും കുറച്ചേ ലാലേട്ടൻ വന്നുള്ളൂ. അത് എന്തുകൊണ്ട് നമ്മൾ എക്സൈറ്റഡ് ആയി? ബിക്കോസ് നെൽസൺ കുറച്ചേ അതിൽ ലാലേട്ടനെ ഉപയോഗിച്ചിട്ടുള്ളൂ, പക്ഷെ ഉപയോഗിച്ച രീതിയിൽ ഗംഭീരമായിട്ട് ഉപയോഗിച്ചു. നമുക്കത് കണ്ടപ്പോൾ സന്തോഷമാകും. കാരണം ഇവിടെ മാങ്ങാത്തൊരു കുറേ ആൾക്കാർ പുള്ളിയായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നമുക്ക് കാണാൻ കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് അത് കണ്ടപ്പോൾ എക്സൈറ്റഡ് ആയത്. മനസ്സിലായ? അപ്പോൾ ഇപ്പം എന്താണ് പറയുക, ഇപ്പം ഈ എമ്പുരാനിൽ ആളുകൾ എന്ത് ലാലേട്ടനിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അത് പൃഥ്വിരാജിൻ്റെ അകത്ത് തന്നിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വിശ്വാസമുള്ളൂ. കാരണം ഫസ്റ്റ് പടമാണ് ലൂസിഫർ പൃഥ്വിരാജിൻ്റെ. അത് മൂപ്പര് എടുത്ത് വെച്ചിരിക്കുന്നത് ആ ലെവലിലാണ്. കിടിലൻ കഥയാണ്, അത് വേറെ കാര്യം. പക്ഷെ കഥ ഉണ്ടായിട്ട് കാര്യമില്ല, ഡയറക്ഷൻ മോശമായ പോയി. പക്ഷെ കിടിലൻ കഥയായിരുന്നു, പൃഥ്വിരാജ് കാണിച്ചു തന്നു. ഫസ്റ്റ് ഡയറക്ഷനിൽ തന്നെ അയാൾക്ക് പണി അറിയാമെന്നുള്ളൊരു സാധനം. ഇപ്പോൾ ബ്രോഡ് ആഡിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ വല്ലവരെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അലമ്പായി ഉണ്ടാവും. പക്ഷെ അത് പിന്നെ നല്ല രീതിയിൽ അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള രീതിയിൽ വരാൻ കാരണം സ്റ്റോറി അത്ര വലിയ വീക്കാണെന്നുണ്ടെങ്കിൽ അത് മൂപ്പരത് എടുത്തു വെച്ചത് രസകരമായിട്ടാണ്. അത് പണി അറിയാവുന്ന രീതിയിൽ എടുത്തുകൊണ്ടാണ് അത് പിന്നെയും ഓക്കെ ഇഷായത്. ഇല്ലാന്നുണ്ടെങ്കിൽ പോയിട്ടുണ്ടാവും. അത് ഡയറക്ഷൻ സ്കില്ല് തന്നെയാണ്, അത് എടുത്ത് പറയേണ്ട ഫാക്ടറാണ് അത്. വെയിറ്റിംഗ് കൂടുതലൊന്നും പറയുന്നില്ല.